ഹായ് ഫ്രണ്ട്സ്, ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈലം PSCയിലേക്ക് സ്വാഗതം. 10th പ്രിലിമിനറി പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാൻ പോകുന്ന ഒരു കൂട്ടം സ്റ്റുഡൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ എല്ലാവർക്കും കൂടി ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ 10th പ്രിലിമിനറി എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു പിടി കെമിസ്ട്രി ചോദ്യങ്ങളുമായിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും നമുക്കൊന്ന് പഠിച്ചെടുക്കാം. ഓക്കെ ആണോ? എല്ലാവരും റെഡി ആണെങ്കിൽ ഇതേ പിടിച്ചോ ക്വസ്റ്റ്യൻസ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കേ. രാസസമവാക്യങ്ങൾ സമീകരിക്കപ്പെടുമ്പോൾ താഴെ പറയുന്നവയിൽ ഏത് ഗുണമാണ് സമീകരിക്കപ്പെടുന്നത്? രാസസമവാക്യങ്ങൾ സമീകരിക്കപ്പെടുമ്പോൾ നമുക്കറിയാം, നമ്മളൊരു സമവാക്യം സമീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലായിടത്തും മുൻപിലെ ഇങ്ങനെ 2 ഒരിടത്ത് 3 അങ്ങനെയുള്ള ഇക്വേഷൻസ് ഒക്കെ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഹൈഡ്രജനും നൈട്രജനും ചേർന്ന് അമോണിയ ഉണ്ടാകുന്ന രാസപ്രവർത്തനം, ഹൈഡ്രജനും നൈട്രജനും ചേർന്ന് അമോണിയ ഉണ്ടാകുന്ന രാസപ്രവർത്തനമാണ് NH3. ഇതിൽ ഈ രാസസമവാക്യം സമീകരിച്ച രീതിയിലല്ല അല്ലേ. ഇവിടെ 2 ഹൈഡ്രജൻ ആറ്റമുണ്ട്, ഇവിടെ 2 നൈട്രജൻ ആറ്റമുണ്ട്. എന്നാൽ രാസപ്രവർത്തനം കഴിഞ്ഞപ്പോൾ 1 നൈട്രജൻ ആറ്റവും 3 ഹൈഡ്രജൻ ആറ്റവുമാണ് വന്നത്. ഇത് സമീകരിക്കാനുള്ള വഴി നമുക്കറിയാമല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും ആറ്റങ്ങളുടെ എണ്ണം നമ്മൾ എന്ത് ചെയ്യണം? ഈക്വലാക്കി മാറ്റുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. സോ ഇവിടെ 2 നൈട്രജനും ഇവിടെ 2 നൈട്രജനാണ് ഉള്ളത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഉൽപ്പന്നത്തിൻ്റെ ഭാഗത്ത് 2 എന്നിട്ട് കൊടുക്കുന്നു. അപ്പോൾ അവിടെ എന്ത് ചെയ്തു? നൈട്രജൻ്റെ കാര്യം തീരുമാനമായി. ഓക്കെ, നൈട്രജൻ ഇവിടെയും 2 ഇവിടെയും 2. പക്ഷേ ഹൈഡ്രജൻ്റെ എണ്ണം നോക്കൂ. ഹൈഡ്രജൻ്റെ എണ്ണം 2 × 3 അതായത് 6 എണ്ണം വരുന്നു. ഇവിടെ ആണെങ്കിലോ നമ്മൾ 2 ഹൈഡ്രജൻ ആറ്റമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ 3 ഹൈഡ്രജൻ എന്നിട്ട് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ഒന്നുകൂടി നോക്കുകയാണെങ്കിൽ 3 ഹൈഡ്രജൻ ആറ്റം, 2 നൈട്രജൻ ആറ്റം. ഇവിടെ ഉൽപ്പന്നം നോക്കുകയാണെങ്കിൽ 2 നൈട്രജൻ ആറ്റം, 6 ഹൈഡ്രജൻ ആറ്റം. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു രാസസമവാക്യം സമീകരിക്കുന്നത്. ഇനി ഇവിടെ സമീകരിക്കുന്ന സമയത്ത് നമ്മൾ ഏതാണ് ഈക്വലാക്കി വെച്ചത്? ഇപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ ആറ്റങ്ങളുടെ എണ്ണമാണ് ഈക്വലാക്കിയത്. അതായത് രാസസമവാക്യങ്ങൾ സമീകരിക്കുമ്പോൾ അവയുടെ പിണ്ഡമാണ് സമീകരിക്കപ്പെടുന്നത്, അതായത് അവരുടെ മാസ്. അപ്പോൾ എത്ര ഗ്രാം ഹൈഡ്രജൻ ഉപയോഗിക്കപ്പെടുന്നുണ്ടോ അത്രയും ഗ്രാം ഹൈഡ്രജൻ നമുക്ക് ഉൽപ്പന്നമായിട്ട് ലഭിക്കുന്നു. എത്ര ഗ്രാം നൈട്രജൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ അത്രയും ഗ്രാം നൈട്രജൻ നമുക്ക് ഉൽപ്പന്നമായി ലഭിക്കുന്നു. ഇത് നമുക്കറിയാവുന്നതാണ്. ലാവോഷ്യറുടെ, ഓർത്തു വയ്ക്കുക, ലാവോഷ്യറുടെ മാസ് സംരക്ഷണ നിയമം അടിസ്ഥാനമാക്കിയാണ് നമ്മളിത് ചെയ്യുന്നത്. ക്ലിയർ ആണ്? അപ്പോൾ രാസസമവാക്യങ്ങൾ സമീകരിക്കുമ്പോൾ നമ്മൾ അവയുടെ, അതായത് അഭികാരകങ്ങളുടെ ഭാഗത്തും ഉൽപ്പന്നങ്ങളുടെ ഭാഗത്തുമുള്ള മാസാണ്, അതായത് പിണ്ഡമാണ് സമീകരിക്കുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ക്വസ്റ്റ്യൻ നമ്പർ 2. ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് താഴെ പറയുന്നതിൽ ഏതു ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഏത് ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ വർഗീകരിച്ചിട്ടുള്ളത്? നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അറ്റോമിക നമ്പർ. മൂലകങ്ങളുടെ വർഗീകരണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കുക. സംഗതി നമ്മൾ നോക്കുന്ന സമയത്ത് ഒരുപാടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിലും ജസ്റ്റ് ഇടോ അതിൽ 7 സയൻറ്റിസ്റ്റുകളുടെ പേരാണ് നമ്മൾ പ്രധാനമായിട്ട് ഓർത്തിരിക്കാനുള്ളത്. മൂലകങ്ങളുടെ വർഗീകരണത്തിൻ്റെ ഭാഗത്ത് 7 സയൻറ്റിസ്റ്റുകളിൽ തന്നെ 5 പേരാണ് ഏറ്റവും പ്രധാനമായത്. അപ്പോൾ ഇവരൊക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വർഗീകരിച്ചത് എന്ന് എന്തായാലും നോക്കി വെച്ചോളൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊന്ന് നോക്കിയാലോ. മൂലകങ്ങളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞരുടെ എണ്ണം എടുക്കുകയാണെങ്കിൽ ആദ്യം തന്നെ മൂലകങ്ങളുടെ വർഗീകരണത്തിന് തുടക്കം കുറിച്ച ആളാരാണെന്ന് നോക്കണം. ആരാണത്? ലാവോഷ്യർ. ഇദ്ദേഹം പക്ഷെ വർഗീകരിച്ചത് ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നുമാണ്. അലോഹങ്ങളെന്നും മൂലകങ്ങളെ വർഗീകരിച്ചത് ആര് എന്ന PSC ക്വസ്റ്റ്യൻ്റെ ഉത്തരവും ഏത് തന്നെയാണ്? ലാവോഷ്യറാണ്. രണ്ടാമത്തെ സയൻറ്റിസ്റ്റ് ഡൊബറൈനറുടെ വർഗീകരണം എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഡൊബറൈനറുടെ വർഗീകരണം അറിയപ്പെടുന്ന പേരെന്താണോ? ത്രികകം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇത് അറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ത്രികകം എന്നാണ് ഈ വർഗീകരണം അറിയപ്പെടുന്നത്.
ദെൻ മൂന്നാമതൊരു വർഗീകരണം കൊണ്ടുവന്നത് ചാൻ കൊർട്ടോയ്സ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. ചാൻ കൊർട്ടോയ്സിന്റെ വർഗീകരണം ടെലൂറിക് ഹെലിക്സ് മാതൃക എന്നാണ് അറിയപ്പെടുന്നത്. ടെലൂറിക് ഹെലിക്സ് മാതൃക. അടുത്തത് നാലാമത്തെ വർഗീകരണം ന്യൂലാൻഡ്സ് ആണ്. ന്യൂലാൻഡ്സിന്റെ വർഗീകരണത്തിന്റെ പേരെന്താണോ? എല്ലാവർക്കും അറിയുന്നതായിരിക്കും അല്ലേ? അഷ്ടമ നിയമം. 5 മെൻഡലിയഫ്, ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്ന സയന്റിസ്റ്റ് ആണ് മെൻഡലിയഫ്. മെൻഡലിയഫിന്റെ വർഗീകരണം എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അറ്റോമിക മാസ് തന്നെയാണ്. എന്നാൽ വർഗീകരണത്തിന്റെ പേരറിയപ്പെടുന്നത് ക്രമാവർത്തന നിയമം എന്നാണ്. ക്രമാവർത്തന നിയമം. ദെൻ ഇനിയൊരു വർഗീകരണം കൊണ്ടുവരുന്നത് മൂലകങ്ങളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട സയന്റിസ്റ്റുകളെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആറാമത്തെ പേര് ലോത്തർ മേയർ അറ്റോമിക വ്യാപ്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ വർഗീകരിച്ചു. പിന്നീട് 7ാമത്തെ വർഗീകരണമാണ് നമ്മൾ ആധുനിക ആവർത്തന പട്ടികയായിട്ട് അംഗീകരിച്ചിട്ടുള്ള ഹെൻറി മോസ്ലിയുടെ വർഗീകരണം. ഇത് ആധുനിക ആവർത്തന പട്ടിക, ആധുനിക പീരിയോഡിക് ടേബിൾ. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലാവോഷിയർ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും വർഗീകരിച്ചു. അതുകഴിഞ്ഞ് ഡബറൈന, ന്യൂലാൻഡ്സ്, ചാൻ കൊർട്ടോയ്സ്, ലോത്തർ മേയർ, മെൻഡലിയഫ് ഇവരെല്ലാവരും വർഗീകരിച്ചത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അറ്റോമിക മാസ്. ലോത്തർ മേയർ അറ്റോമിക മാസിനെതിരെ അറ്റോമിക വ്യാപ്തം, വോളിയം ഒന്ന് ക്രമീകരിച്ചു എന്നുകൂടി ഒന്ന് ഓർത്തിരിക്കുക. ദെൻ ഫൈനലി ഹെൻറി മോസ്ലിയാണ് അറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ, ഇസഡ് എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് അറ്റോമിക നമ്പറാണ്. ഈ അറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചത് ഹെൻറി മോസ്ലിയാണ്. സോ മൂലകങ്ങളുടെ വർഗീകരണം എന്ന് പറയുന്ന ഭാഗം നന്നായിട്ട് പഠിച്ചു വെച്ചോളുക. 3ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ക്വസ്റ്റ്യൻ നമ്പർ 3. ദ്രാവകാവസ്ഥയിലുള്ള ലോഹമായ മെർക്കുറിയുടെ അയിര് താഴെ പറയുന്നവയിൽ ഏതാണ്? അപ്പോൾ അയിരുകൾ അല്ലേ, ലോഹങ്ങൾ, അയിരുകൾ. ഇപ്പോൾ കഴിഞ്ഞ LGS എക്സാമിൻ്റെ പല സീരീസുകളായിട്ട് LGS എക്സാം നടന്നു. ഒരു കാര്യം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ധാതുക്കളും അയിരുകളും അല്ലെങ്കിൽ ലോഹ നിർമ്മാണം ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരു ചോദ്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലോഹങ്ങൾ എന്ന് പറയുന്ന ഈ ഏരിയ വളരെ പ്രധാനമുള്ളതാണ്, ഓർത്തിരിക്കുക. ഒരു പിടി ലോഹങ്ങളുടെ അയിരുകൾ നമ്മൾ കാണാതെ പഠിക്കേണ്ടതുണ്ട്. ആ അയിരുകൾ എന്തായാലും പഠിച്ചു വയ്ക്കുക. ഇവിടെ മെർക്കുറിയുടെ അയിരാണ് ചോദിച്ചിട്ടുള്ളത്. മെർക്കുറിയുടെ അയിര് ഏതാണ്? സിന്നബാർ. മെർക്കുറിയുടെ അയിര് സിന്നബാർ. എന്നാൽ ബോക്സൈറ്റ് എന്തിൻ്റെ അയിരാണ്? പറഞ്ഞേ. ബോക്സൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? അലൂമിനിയം. കോപ്പർ ഗ്ലാൻസ് പേരിൽ തന്നെ ഉണ്ട് അല്ലേ, ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ചെമ്പ്. ഹേമറ്റൈറ്റ് ഒരുപാട് തവണ PSCക്ക് ചോദിച്ചിട്ടുള്ളതാണ്, ഇരുമ്പിൻ്റെ അയിരാണ് ഹേമറ്റൈറ്റ്. ഏറ്റവും പ്രധാനപ്പെട്ട അയിരുകൾ, വളരെയധികം ഒരുപാട് തവണ PSCക്ക് ചോദിച്ചിട്ടുള്ള അയിരുകളാണ്. ഒന്ന് ഇരുമ്പിൻ്റെ അയിരുകൾ. ഇരുമ്പിൻ്റെ അയിരുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട പേരുകളാണ്. ഒന്ന് ഹേമറ്റൈറ്റ്, ഓൾറെഡി തന്നിട്ടുണ്ട്. മറ്റൊന്ന് മാഗ്നറ്റൈറ്റ്. ഇനിയൊന്ന് സിഡറൈറ്റ്. വേറൊന്ന് ലിമോണൈറ്റ്. പിന്നെ നമുക്കെല്ലാവർക്കും അറിയുന്ന പേരാണ് അയൺ പൈറൈറ്റിസ് അല്ലേ, വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടുന്ന അയൺ പിറൈറ്റിസ്. ഇതെല്ലാം ഇരുമ്പിൻ്റെ അയിരുകളാണ്. ഇനി അലൂമിനിയത്തിൻ്റെ അയിരാണ് പിന്നെ പ്രധാനപ്പെട്ടത്, അത് നമ്മൾ പഠിച്ചു, ബോക്സൈറ്റ്. സിങ്കിൻ്റെ അയിര് ഒരുപാട് തവണ PSCക്ക് ചോദിച്ചതാണ്, ഇനിയും വന്നുകൂടായില്ലാത്തതാണ്. സിങ്കിൻ്റെ അയിരുകൾ ഏതൊക്കെയാണോ? കലാമിൻ. സിങ്കിൻ്റെ അയിരുകൾ കലാമിൻ. വേറൊന്ന് സിങ്ക് ബ്ലെൻഡ്. ഇനിയൊന്ന് സ്പാലറൈറ്റ്.
സിങ്ക് ബ്ലെൻഡ് എന്ന് പറയുന്നതും സ്പാലറൈറ്റ് എന്ന് പറയുന്നതും രണ്ടും ഒരേ സാധനമാണ്. അതായത് സിങ്ക് ബ്ലെൻഡ് സിങ്കിൻ്റെ സൾഫൈഡ് അയിരാണ് എന്ന് ഓർത്തിരിക്കുക. പിന്നെ സിങ്കൈറ്റ് അതെല്ലാം നമുക്ക് ഓപ്ഷൻ എടുക്കാവുന്നതാണ്. വേറൊന്ന് ചെമ്പാണ്. ചെമ്പിൻ്റെ അയിര് മാലക്കൈറ്റാണ്. സ്വർണവും വെള്ളിയും മാത്രമല്ല ചെമ്പും മാലക്കൈറ്റ് ഉപയോഗിക്കാവുന്നതാണ്. ചെമ്പുമാല ഇങ്ങനെയൊക്കെ ഓർത്തിരിക്കാം. യുറേനിയത്തിൻ്റെ അയിര് വളരെ പ്രധാനപ്പെട്ടതാണ്. യുറേനിയത്തിൻ്റെ അയിര് പിച്ച് ബ്ലെൻഡ് പിച്ച് ബ്ലെൻഡ് അതുപോലെ കാർണോട്ടൈറ്റ്. യുറേനിയത്തിൻ്റെ അയിര് പിച്ച് ബ്ലെൻഡ് കാർണോട്ടൈറ്റ്. കാരണം ഒരു പിച്ചും അങ്ങനെയൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കത് ഓർക്കാവുന്നതേ ഉള്ളൂ. വളരെ പ്രധാനപ്പെട്ട ഒരു അയിര് കൂടി പറഞ്ഞുതരാം, തോറിയം. കേരളത്തിലെ തീരമണലിൽ കാണപ്പെടുന്ന ആണവ പ്രാധാന്യമുള്ള ഒരു ധാതു ആയതുകൊണ്ട് തന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. തോറിയത്തിൻ്റെ അയിരാണ് മോണോസൈറ്റ്. ഇത്രയും അയിരുകൾ നിങ്ങൾ എന്തായാലും കാണാതെ പഠിച്ചിരിക്കണം. കൂടാതെ മറ്റു ലോഹങ്ങളുടെ അയിരുകളും എന്തായാലും ഒന്ന് പഠിച്ച് സെറ്റായിട്ടിരിക്കുക. ദെൻ 4ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് ഏകാറ്റോമികം? ഏകാറ്റോമികം. തന്മാത്രകൾ എന്ന് പറയുന്ന ഭാഗത്ത് തന്മാത്രകളെ നമുക്ക് രണ്ടായി വേർതിരിക്കാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. തന്മാത്രകൾ ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണിക ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം തന്മാത്രകളാണ്. തന്മാത്രകളെ നമുക്ക് രണ്ടായി വർഗീകരിക്കാവുന്നതാണ്. ഒന്ന് മൂലകങ്ങളെന്നും മറ്റൊന്ന് സംയുക്തങ്ങളെന്നും. മൂലകങ്ങളെന്നും സംയുക്തങ്ങളെന്നും ഇങ്ങനെ രണ്ടായി വർഗീകരിക്കാവുന്നതാണ്. മൂലകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഇനം ആറ്റങ്ങളാൽ നിർമ്മിതമായ പദാർത്ഥങ്ങളെ അല്ലെങ്കിൽ തന്മാത്രകളെ നമുക്ക് മൂലകങ്ങളെന്ന് വിളിക്കാം. അതായത് സോഡിയം, പൊട്ടാസ്യം, ഹൈഡ്രജൻ, ഓക്സിജൻ, ഓസോൺ, ഫോസ്ഫറസ്. കണ്ടോ, ആറ്റങ്ങളുടെ എണ്ണം എന്തോ ആയിക്കോട്ടെ, പക്ഷേ ഒരേ ഇനം മാത്രമേ പാടുള്ളൂ. ഇവയെയാണ് നമ്മൾ മൂലകങ്ങൾ എന്ന് വിളിക്കുന്നത്. എന്നാൽ വ്യത്യസ്ത ഇനം ആറ്റങ്ങളാൽ നിർമ്മിതമായ ശുദ്ധപദാർത്ഥങ്ങളെ HCl, H2O ഇങ്ങനെയുള്ളവയെ നമുക്ക് എന്ത് വിളിക്കാം? സംയുക്തങ്ങൾ എന്ന് വിളിക്കാം. ഒരു കാര്യം ഓർക്കുക, മൂലകങ്ങളും സംയുക്തങ്ങളും രണ്ടു കൂട്ടരും ശുദ്ധപദാർത്ഥങ്ങളാണ്, മാറിപ്പോകരുത്. ഇനി ഈ മൂലകങ്ങളെ നമുക്ക് ഏകാറ്റോമികം, ഒരാറ്റം മാത്രമുള്ളത്, അതുപോലെ രണ്ടാറ്റങ്ങളുള്ളത് ദ്വയാറ്റോമികം, രണ്ടിൽ കൂടുതൽ ആറ്റങ്ങളുള്ളത് ബഹുഅറ്റോമികം, ഇങ്ങനെ വേർതിരിക്കാം. ഇവയ്ക്കുള്ള ഉദാഹരണങ്ങളാണ് നമ്മളൊന്ന് പഠിച്ചെടുക്കേണ്ടത്. പേരിൽ നിന്ന് അതിലൊരാറ്റമേ ഉള്ളൂ, രണ്ടാറ്റങ്ങളാണ്, മൂന്നാറ്റങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഇവയുടെ ഉദാഹരണങ്ങൾ കുറച്ച് ഓർത്തിരിക്കുക. ഏകാറ്റോമിക തന്മാത്രയ്ക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ എല്ലാ അലസവാതകങ്ങളും ഏകാറ്റോമികമാണ്. അപ്പോൾ നമുക്ക് കണ്ണും പൂട്ടി, കൂട്ടത്തിൽ ഒരു അലസവാതകമുണ്ടോ, കണ്ണും പൂട്ടി എഴുതാം. അതുപോലെ തന്നെ എല്ലാ ലോഹങ്ങളും ഏകാറ്റോമികമാണ്. അപ്പം ലോഹങ്ങൾ, അലസവാതകങ്ങൾ ഇവ നമുക്ക് തന്ന ചോദ്യത്തിലുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് എഴുതാം. ദ്വയാറ്റോമികയ്ക്ക് ഉദാഹരണം നമ്മൾ സാധാരണയായിട്ട് കാണുന്ന മറ്റു വാതകങ്ങൾ, അതായത് ഹൈഡ്രജൻ, ഓക്സിജൻ ഇങ്ങനെയുള്ളവ ദ്വയാറ്റോമികമാണ്. ബഹു അറ്റോമികയ്ക്ക് ഉദാഹരണം ചോദിക്കുകയാണെങ്കിൽ ഓസോൺ, ഫോസ്ഫറസ്, സൾഫർ ഇതെല്ലാം ബഹു അറ്റോമികയ്ക്ക് ഉദാഹരണമാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഓപ്ഷനിലേക്ക് ഒന്നുകൂടി പോയി നോക്കിയാലോടോ. വാ, ഹീലിയം, ക്ലോറിൻ, വെള്ളം, ഫ്ലൂറിൻ ഇതിലേതാണ് ഒരു അലസവാതകം കിടപ്പുണ്ടാരാ? ഹീലിയം. അപ്പോൾ ഏകാറ്റോമികം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഏതാണ്? ഹീലിയമാണ്. ക്ലിയർ ആയോ? ദേ 5ാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. ഇരുമ്പിൻ്റെ അയിരുകൾ ഏതെല്ലാം? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതായതുകൊണ്ട് തന്നെ ഇതിൽ ഞാൻ ഇനി കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല അല്ലേ. ഇരുമ്പിൻ്റെ അയിരുകൾ ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്. ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്. അടുത്തത്, നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് എന്ന മൂലകവുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകമേത്? നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് എന്ന മൂലകം. അപ്പോൾ നമുക്ക് പൊതുവായിട്ടൊരു കാര്യം എഴുതാം. ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ വാതകം സ്വതന്ത്രമാകുന്നു. ഇത് ജനറലി ഉള്ളൊരു കാര്യമാണ്.
ഇതിൽ എക്സെപ്ഷനായിട്ട് വരുന്ന 3 ലോഹങ്ങളാണ്, ഒന്ന് ചെമ്പ്, മറ്റൊന്ന് വെള്ളി, ഇനിയൊന്ന് സ്വർണം. ഇവർ നേർപ്പിച്ച ആസിഡിൽ ഇട്ട് കഴിഞ്ഞാൽ ഹൈഡ്രജൻ സ്വതന്ത്രമാക്കുന്നില്ല. ബാക്കിയുള്ളവരൊക്കെ നേർപ്പിച്ച ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ സ്വതന്ത്രമാക്കുന്നു. അപ്പോൾ ഒന്നുകൂടി നമുക്ക് ചോദ്യത്തിലേക്ക് വരാടോ. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് എന്ന മൂലകവുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം ഏത് എന്നാണ് ചോദ്യം. ഏതായിരിക്കും? സിങ്ക് എന്ന് പറയുന്നത് മൂലകവുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ വാതകം. മഗ്നീഷ്യം ആയാലും ഏതൊരു ലോഹമായാലും ഇരുമ്പായാലും ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഏത് വാതകം വരും? ഹൈഡ്രജൻ വാതകമാണ് സ്വതന്ത്രമാകുന്നത് ആസിഡും ലോഹങ്ങളും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ. ഒരു ചോദ്യം കൂടി നോക്കല്ലേടോ. 7ാമത്തെ ചോദ്യം. ആറ്റത്തിൻ്റെ ഘടന എന്ന് പറയുന്ന ഭാഗം നന്നായി പഠിച്ചോളുക. ഈ ഭാഗത്ത് നമുക്ക് എന്തായാലും ഒരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ഏത് എന്നാണല്ലേ? വളരെ സിമ്പിളായ ഒരു ചോദ്യമാണ്. എന്നാൽ ഈ ഭാഗത്ത് നിന്ന് തന്നെ കുറച്ചുകൂടി ടഫായ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പുതിയ മാറി വന്ന ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അതിലൊക്കെ ഇത്തിരി കൂടി ഡീപ്പായിട്ടുള്ള കാര്യങ്ങളുമുണ്ട്. ഒന്നുകൂടി ശ്രദ്ധിച്ചു പഠിക്കുക. SCERT ടെക്സ്റ്റ് ബുക്കുകൾ നന്നായിട്ട് നോക്കുക. എടോ, ഇലക്ട്രോൺ അല്ലേ ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം? ഇലക്ട്രോൺ. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണമാണ് പ്രോട്ടോൺ. ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഏതാണ്? ന്യൂട്രോൺ. എന്നാൽ ആറ്റത്തിലെ ഏറ്റവും ഭാരം കൂടിയ കണം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലോ? അപ്പോൾ ന്യൂട്രോൺ. ആറ്റത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ കണം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാലോ? അപ്പം നമ്മൾ എന്ത് ഉത്തരം കൊടുക്കും? ഇലക്ട്രോൺ. കണ്ടോ? ദെൻ ഇലക്ട്രോൺ കണ്ടെത്തിയ ആൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയാലോ. ആരാ? JJ തോംസൺ. ഇലക്ട്രോൺ കണ്ടെത്തിയത് JJ തോംസൺ. പ്രോട്ടോൺ കണ്ടെത്തിയതോ? ഏണസ്റ്റ് റൂദർഫോർഡ്. പ്രോട്ടോൺ കണ്ടെത്തിയത് ഏണസ്റ്റ് റൂദർഫോർഡ്. എല്ലാ സയൻറ്റിസ്റ്റുകളുടെയും പേര് പഠിച്ചു വെക്കണേ. ന്യൂട്രോൺ കണ്ടെത്തിയത് ആരാണ്? ജെയിംസ് ചാഡ്വിക്. ജെയിംസ് ചാഡ്വിക്. ആറ്റത്തിനുള്ളിലെ ചാർജ് ഇല്ലാത്ത കണമായ ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക്. പ്രോട്ടോണും ന്യൂട്രോണും രണ്ടുപേരും ന്യൂക്ലിയസിനുള്ളിലാണ്. അതുകൊണ്ട് തന്നെ രണ്ടുപേരെയും ന്യൂക്ലിയോണുകൾ എന്ന് വിളിക്കും. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ അതേ ഭാരമാണ് ഇവർക്കുള്ളത്. എന്നാൽ ഹൈഡ്രജൻ്റെ 1837 ഒരു ഭാഗമേ ആരുടെ ഭാരമുള്ളൂ? ഇലക്ട്രോണിൻ്റെ ഭാരമുള്ളൂ. സഞ്ചാര സ്വാതന്ത്ര്യമുള്ളത് ഇലക്ട്രോണിന് മാത്രമാണ്. പ്രോട്ടോണും ന്യൂട്രോണും രണ്ടുപേരും ന്യൂക്ലിയസിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തൊരു ചോദ്യം നോക്കാം. മാസ് നമ്പർ 2 ഉള്ള ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ഏതാണ്? 8ാമത്തെ ചോദ്യം. മാസ് നമ്പർ 2 ഉള്ള ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ഏതാണ്? നമ്മൾ പെട്ടെന്ന് ആലോചിക്കും, ഓക്കെ, പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രീഷ്യം. എന്നാൽ ഒരു ന്യൂട്രോണേ ഉള്ളൂ പ്രോട്ടിയത്തിൽ, 2 ന്യൂട്രോണാണ് ഡ്യൂട്ടീരിയത്തിൽ, ഒരു ന്യൂട്രോണാണ് ന്യൂട്രോണേ ഇല്ലാത്തതാണ് പ്രോട്ടിയം, 1 ന്യൂട്രോൺ ഉള്ളതാണ് ഡ്യൂട്ടീരിയം, 2 ന്യൂട്രോൺ ഉള്ളതാണ് ട്രീഷ്യം. ഓക്കെ, അപ്പോൾ ഡ്യൂട്ടീരിയം ട്രീഷ്യം ആവുമോ എന്നൊക്കെ ചിന്തിക്കാം. ഇവിടെ നമ്മൾ ആലോചിച്ച് ഉത്തരം കൊടുക്കേണ്ടതാണ്. മാസ് നമ്പർ 2 എന്നും ചോദ്യം വരാം, ന്യൂട്രോണുകളുടെ എണ്ണം 2 എന്നും ചോദ്യം വരാം. മാറിപ്പോകരുത്. ഹൈഡ്രജന് 3 ഐസോട്ടോപ്പുകളാണുള്ളത്. H11 പ്രോട്ടിയം, H12 ഡ്യൂട്ടീരിയം, H13 ട്രീഷ്യം. ഇത് 3 ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകൾ. ഇതിൽ പ്രോട്ടിയത്തിലെ ന്യൂട്രോണുകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ 0 ആണ്. ഡ്യൂട്ടീരിയത്തിലെ ന്യൂട്രോണിൻ്റെ എണ്ണം 1 ആണ്. ട്രീഷ്യത്തിലെ ന്യൂട്രോണിൻ്റെ എണ്ണം 2 ആണ്. മാസ് നമ്പർ 2 ഉള്ള എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഏത് വരും? ഡ്യൂട്ടീരിയമാണ് വരുന്നത്. എന്നാൽ ന്യൂട്രോണുകളുടെ എണ്ണം 2 ഉള്ള എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ഉത്തരം വരും? ട്രീഷ്യമാണ്. അപ്പോൾ ഒന്ന് ചിന്തിച്ച് അതിൻ്റെ ഉത്തരം കൊടുക്കുക, നെഗറ്റീവ് വാങ്ങരുത്. 9ാമത്തെ ചോദ്യം നോക്കിയടോ. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന 2ാമത്തെ മൂലകം. ഇത് കഴിഞ്ഞ് അന്തരീക്ഷ വായുവിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന 3ാമത്തെയും 4ാമത്തെയും മൂലകം ഏത്? ഇങ്ങനെയും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇവരുടെ ഒരു ഏകദേശ ഐഡിയ നമ്മൾ അറിഞ്ഞിരിക്കണം. അന്തരീക്ഷ വായുവിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന മൂലകം നൈട്രജൻ ആണ്. നിങ്ങൾക്കറിയാം അല്ലേ? എത്ര %? 78%. അന്തരീക്ഷത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന 2ാമത്തെ വാതകം ഓക്സിജൻ ആണ്, 21%. ഭൗമാന്തരീക്ഷത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന 3ാമത്തെ വാതകം ആർഗൺ ആണ്, 0.9%. അന്തരീക്ഷ വായുവിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന 4ാമത്തെ വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്, 0.03%.
ഇത്രയും നമ്മൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഏറ്റവും അധികം കാണപ്പെടുന്ന രണ്ടാമത്തെ എന്നാണ് ചോദിച്ചത്. അതുകൊണ്ട് ഉത്തരം ഏത് വരും? ഓക്സിജൻ, ഓപ്ഷൻ ഡി. 10ാമത്തെ ചോദ്യം നോക്കാം നമുക്ക്. 10. എണ്ണയോ കൊഴുപ്പോ ആൽക്കലിയുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന ലവണം ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. നിത്യജീവിതത്തിലെ രസതന്ത്രം എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് വരുന്ന ക്വസ്റ്റ്യനാണ്. എണ്ണയോ കൊഴുപ്പോ ഒരു ആൽക്കലിയുമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് സോപ്പാണ്. ആൽക്കലി എന്ന് പറയുന്നതിനനുസരിച്ച് ഏത് ആൽക്കലിയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് ഏത് തരം സോപ്പാണ് എന്ന് മനസ്സിലാക്കാം. സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് അലക്കു സോപ്പായിരിക്കും. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണെങ്കിൽ നമുക്ക് ബാത്ത് സോപ്പ് ലഭിക്കും. ബാത്ത് സോപ്പിനെ സോഫ്റ്റ് സോപ്പ് എന്നോ അല്ലെങ്കിൽ ടോയ്ലറ്റ് സോപ്പ് എന്നോ വിളിക്കാം. ഹാർഡ് സോപ്പ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്, അലക്കു സോപ്പ് അറിയപ്പെടുന്നത്. ഇനി എണ്ണയോ കൊഴുപ്പിൻ്റെയോ സൾഫോണേറ്റ് ലവണമാണെങ്കിൽ അല്ലെങ്കിൽ സൾഫേറ്റ് ലവണമാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിറ്റർജൻറ്റുകൾ. അപ്പോൾ കഴിഞ്ഞ 10th ലെവൽ പ്രിലിം എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാനിപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ ചോദ്യങ്ങളുടെയൊക്കെ ഉത്തരം നിങ്ങൾക്ക് അറിയുണ്ടാവുമെന്ന് കരുതുന്നു. ഇല്ലാത്തവരെന്തായാലും പഠിച്ചു വെക്കുക. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നന്നായി ഒന്ന് പഠിച്ചു വയ്ക്കുക. പരീക്ഷയ്ക്കുള്ള നിങ്ങളെ തയ്യാറെടുപ്പുകൾ വീണ്ടും കൂടുതൽ വേഗത്തിലും ഊർജ്ജസ്വലമായി നടക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.